ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ്. പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പഴശ്ശി വിപ്ലവം എന്താണെന്ന് നമുക്ക് നോക്കാം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ. പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ്. ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം: ഒന്നാമത്തെ കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത്. രണ്ടാമത്തെ കാരണം വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത്. എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം? ഒന്നാമത്തെ, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത്. രണ്ടാമത്തത്, വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണ്? പുരളിമല. പുരളിമലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല, പുരളിമല. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? തലശ്ശേരി താലൂക്കിലാണ് പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല സ്ഥിതി ചെയ്യുന്നത്, തലശ്ശേരി താലൂക്കിൽ. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജ പുരളിശെമ്മൻ എന്ന പേരിലൂടെ അറിയപ്പെട്ടിരുന്നു. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയെയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചിരാജ എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത്. അടുത്തതായി നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം ഡിസ്കസ് ചെയ്യാം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. എന്താണ് പ്രധാന കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. അതുപോലെ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്ക് ആയിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്ക് ആണ്. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായ അംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത. ആരൊക്കെയാണ്? നായർ സമുദായ അംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത എന്നിവരെയാണ് പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്തത്. അതുപോലെ ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയിരുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയിരുന്നു.
ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ആരായിരുന്നു? ചിറക്കൽ രാജാവ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ് 1797. അടുത്തതായി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ വരുന്ന പ്രധാന പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. അതുപോലെ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണൽ വെല്ലസിയാണ്. ആരായിരുന്നു? കേണൽ വെല്ലസി. കേണൽ വെല്ലസിയാണ് രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ വിഭാഗക്കാരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം. ആരായിരുന്നു? കുറിച്യർ വിഭാഗം. പഴശ്ശിരാജയുടെ പ്രധാന മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് പഴശ്ശിരാജയുടെ പ്രധാന മന്ത്രി. അതുപോലെ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പുനായർ. ആരാണ്? കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം, ഒളിപ്പോർ എന്നും പറയും. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം, ഒളിപ്പോർ എന്നുകൂടി അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തർ ഗുരുക്കൾ. ഇത്രയും പേരാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തർ ഗുരുക്കൾ. ഇത്രയും പേരാണ് പഴശ്ശിരാജയെ സഹായിച്ചത്. എടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. 1802 എടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് എന്നാണ് 1802. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം വയനാട് പനമരത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പനമരം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവി ബേബർ ആണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ. അടുത്തത് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി. ആരായിരുന്നു? കേണൽ ആർതർ വെല്ലസ്ലി ആണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാൽവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയുടെ പേരെന്താണ് എന്നാണ്? കോൽക്കാർ. എന്താണ്? കോൽക്കാർ. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാൽവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30.
1805 നവംബർ 30-നാണ് പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാംതോട്, വയനാട്. വയനാട്ടിൽ മാവിലാംതോട് എന്ന സ്ഥലത്താണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര്. കണ്ണൂരാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഗുഹ മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി. വയനാട്ടിൽ പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിലാണ് പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവൽ കേരളസിംഹം. കേരളസിംഹം എന്ന നോവലിലാണ് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിച്ചിട്ടുള്ളത്. ഏത് നോവലാണ്? കേരളസിംഹം. അടുത്തത് പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടിയാണ് പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം. അടുത്തത് PSCക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പഴശ്ശി വിപ്ലവത്തിൽ പഠിക്കാനുള്ളത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.